തിരുവനന്തപുരത്ത് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ നഗ്നതാ പ്രദർശനം നടത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 4 വർഷം കഠിന തടവും 30,000 രൂപ പിഴയും. തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി നിത്യദാസിനെയാണ് കോടതി ശിക്ഷിച്ചത്. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ഹാൻസ്, ഇതെപ്പോഴാണ് സംഭവിച്ചത്? വിവരങ്ങൾ എങ്ങനെയാണ്? അനൂപ്, ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് 2020 ജനുവരി 27-നായിരുന്നു. കുട്ടിക്ക് കാച്ചിൽ നൽകാമെന്ന് പറഞ്ഞ് അയൽവാസി കൂടിയായ പ്രതി വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് കുട്ടിയുടെയും പ്രതിയുടെയും വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി നഗ്നതാ പ്രദർശനം നടത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു കേസ്. തുടർന്ന് ആ സമയത്ത് അവിടെ എത്തിയ കുട്ടിയുടെ മാതാവ് ശബ്ദമുണ്ടാക്കുകയും തുടർന്ന് പ്രതി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ ഈ സംഭവത്തിൻ്റെ മനോവിഷമത്തിൽ കുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. പിന്നീട് ഈ ആത്മഹത്യാ ശ്രമത്തിൻ്റെ ഭാഗമായി ആശുപത്രിയിലുണ്ടായ കുട്ടിയോട് കാര്യവിവരങ്ങൾ കേട്ട് മനസ്സിലാക്കിയ പോലീസാണ് പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഈ ഒരു കേസിലാണ് ഇപ്പോൾ നിലവിൽ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കാട്ടാക്കട അതിവേഗ പോക്സോ കോടതിയാണ് പ്രതിക്ക് ഇപ്പോൾ 4 വർഷം കഠിന തടവും അതിനോടൊപ്പം തന്നെ 30,000 രൂപ പിഴയും വിധിച്ചിരിക്കുന്നത്. ഈ പിഴത്തുക അതിജീവിതയ്ക്ക് നൽകാനും അല്ലാത്ത പക്ഷം 4 മാസം അധിക കഠിന തടവ് നേരിടാനും അനുഭവിക്കണമെന്നും വിധി പ്രസ്താവത്തിൽ പ്രധാനമായി പറയുന്നുണ്ട്. പ്രധാന സാക്ഷികളെല്ലാം കൂറുമാറിയ ഒരു കേസ് കൂടിയാണിത്. ഇതിൽ കുട്ടിയുടെയും മാതാവിൻ്റെയും മൊഴിയും അതിനോടൊപ്പം തന്നെ സാഹചര്യ തെളിവുകളുമാണ് കേസിൽ നിർണായകമായത്. അനൂപ്, വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ഹാൻസ് ജോൺ.